നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ആഗ്രഹം നമുക്കുണ്ടാകും, സ്വന്തമായിട്ടൊരു മുറി. അങ്ങനെ ഒരു മുറി തരുന്ന നിരവധി സൗകര്യങ്ങൾ പല ആളുകൾക്കുണ്ട്. നമുക്കും അത് വേണം, നമ്മൾ ആഗ്രഹിക്കും. ഇന്ന് പലർക്കും ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒരു മുറിയല്ല, ഒരുപാട് മുറികളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ഈ മുറിയെക്കുറിച്ച് പറയുമ്പോൾ അന്ന എന്നൊരു അമേരിക്കക്കാരുടെ കഥ ഞാൻ പറയാം. ഇന്ന് അന്നയ്ക്ക് 25 വയസ്സുണ്ട്. പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുക. അന്നയുടെ വീട്ടിൽ 3 മുറികളുണ്ട്. എന്നാൽ അതിലൊന്നുപോലും അവളുടെ സ്വന്തമല്ല. അച്ഛനും അമ്മയ്ക്കുമായിട്ടൊരു മുറി, മുത്തച്ഛനടുത്ത് മൂത്ത ചേട്ടനും അനിയത്തിക്കുമായിട്ട് മറ്റൊരു മുറി. അന്ന എപ്പോഴും ഇവർ ആരുടെയെങ്കിലും കൂടെയാണ് രാത്രി ഉറങ്ങുന്നത്. ഇന്ന് ഉറങ്ങുമ്പോഴൊക്കെ അന്ന ആഗ്രഹിക്കും, എനിക്ക് സ്വന്തമായിട്ടൊരു മുറി ഉണ്ടായിരുന്നെങ്കിൽ. ഒരു ദിവസം കോളേജ് വിട്ട് തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ പിറകു വശത്ത് ഒരു ചെറിയ തുണിക്കഷ്ണം കൊണ്ട് മറച്ചൊരു ചായ്പ് കണ്ടു. ആരും അങ്ങോട്ട് പോകാറുണ്ടായിരുന്നില്ല. കതക് തുറന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് അത് പൊടി പിടിച്ച ഒരു പഴയ മുറിയായിരുന്നു. അന്ന ആ മുറി രഹസ്യമായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കാൻ തുടങ്ങി. അന്നയ്ക്ക് എന്തോ ആ മുറിയോടൊരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് പോലെ. ചിലന്തി വല കൊണ്ട് മൂടിയ ഒരു ജനാലയുണ്ടായിരുന്നു ആ മുറിക്ക്. എല്ലാ ദിവസവും കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ അന്ന ആ മുറി കയറും, അത് വൃത്തിയാക്കും. അമ്മയുടെ പഴയ സാരി വലിച്ച് ജനാലയാക്കി അതിലൊരു കട്ടണം ഉണ്ടാക്കി. ജനാലയുണ്ടല്ലോ അവിടെ, അതിനൊരു കട്ടണം ഉണ്ടാക്കി. ഒരു ദിവസം എല്ലാവരും ഉറങ്ങിയപ്പോൾ അന്ന ആരും അറിയാതെ ആ മുറിയിലേക്ക് കടന്ന് അവിടെ ചെന്ന് കിടന്നു. ആദ്യമായി സ്വന്തം ഒരു മുറി കിട്ടിയതിൻ്റെ ആഹ്ലാദമായിരുന്നു അന്നയ്ക്ക്. ആ ദിവസം മുഴുവൻ അവളുടെ മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ പൂത്തിരി കത്തി. ഒറ്റയ്ക്ക് ഒരു മുറി ഉണ്ടാവുക എന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ലക്ഷറി അല്ല, അതൊരു ആവശ്യകതയായിട്ട് തോന്നും. നമുക്ക് ലോകത്തെ എല്ലാ മനുഷ്യരും സ്വന്തമായിട്ട് മുറി ആഗ്രഹിക്കുന്നുണ്ടാവും. ഉറക്കം വരുന്നത് വരെ ചിന്തിക്കണം. അതുപോലെ ഇപ്പോഴാണെങ്കിൽ ഷോർട്സ് കാണണം, മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ അയക്കണം, വാട്സാപ്പിൽ ചാറ്റ് ചെയ്യണം. അങ്ങനെ ചാറ്റാനും ഒക്കെ ആയിട്ട് ഒരു സ്വന്തമായിട്ടൊരു മുറി എല്ലാവരും ഇപ്പോൾ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ തന്നെ കുട്ടികൾ പഠിക്കാനായിട്ട് സ്മാർട്ട് ഫോണുമായിട്ട് മുറിക്കകത്ത് കയറുമ്പോൾ കുറ്റിയിടുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ കുറ്റി എടുത്തിട്ടില്ല. കോവിഡ് പോയി, പക്ഷേ കുറ്റി അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ ഇപ്പോൾ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും മുറിക്കുള്ളിൽ സ്മാർട്ട് ഫോണുമായിട്ട് കയറി കുറ്റിയിട്ട് അകത്തിരുന്ന് മണിക്കൂറുകളോളം ചാറ്റുന്ന ഒരു കാലമാണിത്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ സ്വന്തമായിട്ട് മുറി ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വലിയൊരു ലോകം അവിടെ തുറക്കുകയായി. ഏകാന്തതയുടെ മുറിയല്ലത്, വിശാലമായ ലോകത്തേക്ക് തുറക്കാനുള്ള ജനാലയുള്ള ഒരു മുറിയായിട്ട് മാറും. അന്നയുടെ ആ ലക്ഷറി നമുക്കൊക്കെ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു മുറി ലഭിക്കട്ടെ, സ്വന്തമായിട്ട് മുറി ഉണ്ടാകട്ടെ. ആ മുറിയിൽ മനോധർമ്മം അനുസരിച്ച്, പാകത അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.